വ്യാപാര വാണിജ്യ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കാൻ ഖത്തർ അമീർ സൗദി അറേബ്യയിലെത്തി. സൗദി കിരീടാവകാശി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അമീറിനെ സ്വീകരിച്ചത്. ഖത്തർ സൗദി ബിസിനസ് സഹകരണ കൌൺസിൽ യോഗം റിയാദിൽ പുരോഗമിക്കുകയാണ്. റിയാദ് ദോഹ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. 7 മണിക്കൂർ വരെ വേണ്ടിവരുന്ന സാധാരണ യാത്രാ സമയം ഇതോടെ 2 മണിക്കൂറായി ചുരുങ്ങും. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട്. മിഷാൽ, എന്താണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ? പ്രധാനമായും ഏതൊക്കെ കരാറുകൾ ഒപ്പുവെക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജീന, ഇന്ന് വൈകുന്നേരമാണ് ഖത്തർ അമീർ സൗദിയിലെത്തിയത്. സൗദിയുടെ തലസ്ഥാനമായ റിയാദിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യവസായ ബന്ധം ഊഷ്മളമാക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതോടൊപ്പം തന്നെ മേഖലയിലെ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളും ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നുണ്ട്. സിറിയ, ലബനൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയിൽ വരുമെന്നാണ് സൂചന. അതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്ന പ്രഖ്യാപനങ്ങളും വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് റിയാദിനെയും ദോഹയെയും, അതായത് 2 രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനമാണ്. സൗദി അറേബ്യയുടെ വിഷൻ 2030-ന്റെയും അതോടൊപ്പം തന്നെ ഖത്തറിന്റെ നാഷണൽ വിഷൻ 2030-ന്റെയും ഭാഗമായാണ് ഈ ഒരു പ്രഖ്യാപനം. പദ്ധതി യാഥാർത്ഥ്യമായാൽ റിയാദിൽ നിന്ന് ദോഹയിലേക്കുള്ള യാത്രാ സമയം വെറും 2 മണിക്കൂറായി ചുരുങ്ങും. ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 300 കിലോമീറ്ററിൽ കൂടുതലായിരിക്കും. 785 കിലോമീറ്റർ ആയിരിക്കും റെയിൽ നെറ്റ്വർക്കിന്റെ ആകെ നീളം. റിയാദിലെ കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളവും ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളവും നേരിട്ട് ബന്ധിപ്പിക്കുന്നതാവും ഈ ഒരു പദ്ധതി. പ്രതിവർഷം 1 കോടിയിലധികം യാത്രക്കാർക്ക് ഈ ഒരു സേവനം ഉപയോഗിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പൂർത്തിയാകാൻ ഏകദേശം 6 വർഷമെടുക്കും എന്നാണ് കരുതുന്നത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത്, ഇരു രാജ്യങ്ങളിലുമായി ഈ ഒരു പദ്ധതി നടപ്പിലാകുന്നതോടെ 30,000-ത്തിലധികം തൊഴിലവസരങ്ങൾ പുതിയതായി സൗദി കിരീടാവകാശി നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പ്രധാനമായ ചില പദ്ധതികളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. മിഷാൽ ചെറുപ്പുളശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്.